ഹലോ ഗൈസ്. അപ്പം വെൽക്കം ബാക്ക് ടു ആഷ്ഫിറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ചെറിയൊരു മൂഞ്ചിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. സോ ഇന്ന് ബസ് സമരം ആയതുകൊണ്ട് ബസ്സൊന്നും ഓടിയില്ല, കോളേജിൽ പോയില്ല. ഇന്നെന്തോ മറ്റേ തലശ്ശേരിയിൽ ഏതോ ഒരു കണ്ടക്ടറിനെ ആരൊക്കെയോ ചേർന്ന് അടിച്ചത് കാരണം ബസ്സുകാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ കുറച്ച് ദിവസത്തേക്ക് ബസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനും മൂഞ്ചി, കോളേജിൽ പോകാൻ പറ്റിയില്ല. സോ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം നമ്മൾ ചിലപ്പം ചലഞ്ച് ചെയ്യാനുള്ള പരിപാടിക്ക് നോക്കുവാണ്. നമ്മളിവിടെ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് വെച്ചാൽ മിസ്റ്റർ കണ്ണൂർ സെക്കൻഡ് പ്രൈസിൽ എത്തിയ ഒരു ബോഡി ബിൽഡറിനെ കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത്, ജൂനിയേഴ്സിൽ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളെ മിസ്റ്റർ കണ്ണൂർ സെക്കൻഡ് അടിച്ച നമ്മുടെ കൂട്ടുകാരനും കൂടി കൂട്ടാനുണ്ട്. സോ ഇപ്പം ചെട്ടിയാമുക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ നമ്മുടെ കുളത്തിലേക്ക്. പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഏതായാലും അവിടെ എത്തട്ടെ. ആ കാണുന്ന ടൗണാണ് നമ്മുടെ ഇതോ അവിടെയായിട്ട്. അതാണ് നമ്മുടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ കണ്ണൂർ സെക്കൻഡ് പ്രൈസ് അടിച്ച ആൾ. സോ ബ്രോയുടെ പേരൊന്ന് പറയുമോ? എനിക്കറിയാം, ലെവൻ. സോ ഗൈസ്, 11 എന്നാണ് പേര്. അപ്പോൾ ബ്രോയുടെ എക്സ്പീരിയൻസ് പറയുമോ? ഇപ്പം ബ്രോ ഒന്ന് പറയാമോ അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. എന്താ പറയുക, കോമ്പറ്റീഷനും ഫസ്റ്റ് ടൈം അല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓഹോ, അവിടെ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ ഇത് അപ്പിയറൻസ്? അത്യാവശ്യം നല്ല ബോഡി ലെവൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടുതലും മരുന്നും അതും ഇതൊക്കെ അടിച്ചവരും പിന്നെ ആക്ച്വലി ഇറങ്ങുന്നവരുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. ബ്രോ ഏത് കാറ്റഗറിയിൽ അപ്പം മത്സരിച്ചത്? ഞാന് ജൂനിയറില് 60 kg. സോ ജൂനിയറിൽ 16 kg മത്സരിച്ച് സെക്കൻഡ് പ്രൈസ് അടിച്ച ആളാണ്. ഫസ്റ്റ് അടിച്ച ഒരു ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരനോ? വന്ന് ബംഗാളികൾ വരെ കോമ്പറ്റീഷൻ ഇറങ്ങി ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ വന്ന് മിസ്റ്റർ കേരള വരെ ബംഗാളികൾ കൊണ്ടുപോകുമോ? ബാക്കി പറ. അവൻ 3 പ്രാവശ്യം ചാമ്പ്യൻ ആയതാണ്. ഓ, അടുപ്പിച്ച് സെറ്റ്. അപ്പം ബ്രോയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാ? ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പുന്നപ്പാലം ജിം പാലസ്. വാവ് ഗൈസ്, ഞാൻ കോളേടാ കേട്ടോ. കോളേടിൻ്റെ കുറച്ചപ്പുറത്താ ഈ പറഞ്ഞ ജിം പാലസ്. സോ വരുന്ന പ്രാവശ്യം ഇറങ്ങുന്നുണ്ടോ കോമ്പറ്റീഷന്? പൈസ ഇല്ലാത്തതിൻ്റെ ഒരു ഇതാണ്, പറ്റുമെങ്കിൽ ഇറങ്ങും ഗൈസ്. എല്ലാവരും പൈസേൻ്റെ ഞെരുക്കത്തിലാണ്. നമുക്ക് നോക്കാം. ഞാനും കോമ്പറ്റീഷൻ ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാ, പക്ഷേ എന്നെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം ഇറങ്ങാൻ പറ്റൂല്ലോ. ഗൈസ്, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തെത്തി. കുറേ പേരുണ്ട്, നാണം കേട് ഇപ്പോൾ. ശരിയാ. 119 സബ്സ്ക്രൈബേഴ്സിനെയും വെച്ചിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയ കാര്യം പിള്ളേർക്ക് അറിയുമല്ലോ. ഞങ്ങൾക്ക് ഏതായാലും കുളത്തിൽ പോവാം. ഞാൻ 100 എടുക്കൂല, എടുക്കും. 25 സെറ്റ് അടിക്കാൻ പോകും ഗൈസ്. അപ്പം നമ്മൾ പുഷപ്പ് ചലഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, മിസ്റ്റർ കണ്ണൂർ സെക്കൻഡ്. മിസ്റ്റർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ളവരെന്നെ എടുത്തിട്ട് എയറിൽ കയറ്റും, അത് കാരണം. സോ പുള്ളിക്കാരൻ പൊസിഷനെല്ലാം വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് അടിക്കാൻ പറ്റൂല, കുറച്ചും കൂടി അങ്ങോട്ട് നീക്കുന്നു ബ്രോ എന്നോട് പറയുന്നത്. സോ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നു. ഫസ്റ്റ് സെറ്റ് എന്താണ് ബ്രോ ഒറ്റ അടിക്കാൻ 9 കൊടുത്തു, ബട്ട് എനിക്ക് പറ്റിയില്ല.
സോ നമുക്ക് കൂടെ താങ്ങാന്ന് അല്ലേ, കൂടെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് ഞാനും അടിക്കാൻ തുടങ്ങി. സോ ഗൈസ്, അങ്ങനെ നമ്മളേതായാലും ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ബ്രോയുടെ ഫോമും എൻ്റെ ഫോമും കണ്ടാൽ അറിയാം രാവും പകലും വ്യത്യാസമുണ്ടെന്ന്. സോ ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോം ശരിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ഏതായാലും നോക്കാം, 100 ദിവസം ഉണ്ടല്ലോ. സോ ഫസ്റ്റ് ഡേ എന്തായാലും ബ്രോനെ കൂട്ടിയിട്ട് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മുടെ ചാലഞ്ച് റീസ്റ്റാർട്ട് ചെയ്തതാണല്ലോ. സോ ഞാൻ 30 അടിച്ചപ്പോൾ നിർത്തി. ബ്രോ സീൻ 20 എണ്ണമല്ല, 30 എണ്ണമല്ല, 40 എണ്ണമല്ല, 50 എണ്ണത്തിലാണ് നിർത്തിയത്. സോ ബ്രോ ഏതായാലും പറഞ്ഞിട്ട് 50 എണ്ണത്തിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ്. ബ്രോ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ബ്രോ ഒതുക്കിയത്. സോ നമുക്ക് ഏതായാലും കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഗൈസ്, അടുത്ത സെറ്റിനുള്ള പുറപ്പാടാണ്. സോ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ എടുത്ത സ്ഥലത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. വേറൊന്നുമല്ല, കാർമേഘമൊക്കെ വന്ന് ഇരുണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ബ്രോ ചെറിയ പോസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സംഭവമൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. ബ്രോ സീൻ ഒന്നും പറയാനില്ല. അങ്ങനെ ഏതായാലും എൻ്റേത് കണ്ടില്ല ഗൈസ്, ചെറുതാണ്, എന്താ ചെയ്യുക. നമുക്ക് ഏതായാലും ബ്രോയുടെ നോക്കാം. ബ്രോ ഓരോ പോസൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. ബാക്ക് ഹെവി സാധനമാണ് ഗൈസ്. ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ, ബട്ടർഫ്ലൈ, ബുള്ള്, അങ്ങനെ വേണ്ട എല്ലാ സാധനവും ബാക്കിലുണ്ട് ബ്രോയുടെ. നമുക്കൊക്കെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഗൈസ്. സോ നമ്മളേതായാലും സെക്കൻഡ് സെറ്റിനുള്ള, അതായത് അടുത്ത സെറ്റിനുള്ള നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുവാണ്. സോ ഗൈസ്, നമ്മളേതായാലും തുടങ്ങാൻ പോവാണ്. എൻ്റെ സെക്കൻഡ് സെറ്റ് മൂഞ്ചിപ്പോയി. കാരണം വേറൊന്നല്ല, അവിടെ കാല് വഴുതിപ്പോയി. അത് കാരണം എനിക്ക് കറക്റ്റ് നിൽക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. സോ ഞാൻ കുറേശ്ശെ കാല് സ്ലിപ്പായത് കാരണം ആണോ അല്ലയോ എന്ന് പറഞ്ഞൂടാ. ഏതായാലും 40 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രോ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ 50 എണ്ണം തന്നെ അടിച്ചു വിട്ടിട്ടുണ്ട്. ബ്രോ പറഞ്ഞിട്ടുള്ളത് ഒറ്റ സ്ട്രെച്ചിൽ 100 എണ്ണം എടുക്കാമെന്നാണ്. ഞാൻ പറഞ്ഞു വേണ്ട ബ്രോ, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് പറ്റൂല. സോ ഞാൻ ഏതായാലും 40 എണ്ണം കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഞാൻ 40 എണ്ണം കംപ്ലീറ്റ് ആക്കി, ബ്രോ 9 എണ്ണവും. സോ ഗൈസ്, ബ്രോയുടെ 100 എണ്ണം കഴിഞ്ഞു, എൻ്റേത് 70 എണ്ണമേ ഉള്ളൂ. ബട്ട് നമ്മൾ അടിക്കും. അതിൻ്റെ ഇടയിൽ ബ്രോ കുറച്ച് പോസും കാര്യങ്ങളും പരിപാടിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രോയുടെ ഹെവി സാധനങ്ങൾ ഓരോന്നിറക്കി വിടുന്നുണ്ട് ഗൈസ്. തീ സാധനം, എന്താ പറയുക, ഒന്നും പറയാനില്ല. നമുക്ക് ഏതായാലും ഇതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് സെറ്റ് ഇതുപോലെ നമുക്കും ചെയ്യാം. ബ്രോ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞാൽ മതിയെന്ന്. സോ ഗൈസ്, നമുക്ക് നോക്കാം. ബ്രോയുടെ കുറച്ച് സാധനമൊന്നും എനിക്ക് എടുത്തിടാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പം ബ്രോയുടെ പോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല നമ്മുടെ ബാക്കി 30 പുഷപ്പിനുള്ള പരിപാടി നോക്കുവാണ്. ബ്രോ എനിക്ക് പവറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു അടിയൊക്കെ തന്നിട്ടുണ്ട്. അടിയൊക്കെ തന്ന സ്പോട്ടിൽ ഞാൻ ഏതായാലും പുഷപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കിയിട്ടുണ്ട്. ബ്രോ എനിക്ക് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് തരുന്നുണ്ട്, ഞാൻ പുഷപ്പ് അടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ച് ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റി. വേറൊന്നുമല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ബ്രോ അവിടെ നിന്ന് കൗണ്ട് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് വായിക്കൂടെ മര്യാദയ്ക്ക് ശ്വാസം എടുക്കാനും വിടാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ഞാൻ തന്നെയാണായിരുന്നു ബ്രോയുടെ ബ്രോയും. എനിക്കറിഞ്ഞൂടാ സംഭവം എന്താണ്. സോ ഗൈസ്, ഏതായാലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്രോ അടിച്ച പാട് കണ്ടോ, കയ്യിൽ പാട് കണ്ടോ, അവിടെ പാടൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കും നമ്മൾ സെറ്റായി വരുന്നുണ്ട്, എല്ലാം സെറ്റാക്കും ഞങ്ങൾ. ഗൈസ് കണ്ടില്ലേ, സെറ്റാക്കണം. കണ്ടോ ബട്ടർഫ്ലൈ. ഏതായാലും നമ്മൾ പോവാണ്. എന്താണ് പുഷപ്പ് ചലഞ്ച്? ഞാൻ കഷ്ടിച്ച് അപ്പുറം ഇപ്പുറം മുക്കറാക്കി ഇട്ടിട്ട് 3 സെറ്റിൽ 30 എണ്ണം അടിച്ചപ്പം
നമ്മുടെ ജിമ്മൻ, അതായത് മിസ്റ്റർ കണ്ണൂർ സെക്കൻഡ് പ്രൈസ് അടിച്ച നമ്മുടെ 11 ബ്രോ അടിച്ചത് 2 സെറ്റിൽ 50 എണ്ണം. സോ ഗൈസ്, ഹീ ഈസ് എ റോൾ മോഡൽ ഫോർ എവരി വൺ. ഇപ്പം നമുക്കിത് ബൾക്കിങ് ആക്കണ്ടേ? ബൾക്കിങ്ങിലാണ്. ആണോ? ഹീസ് ഓൾറെഡി ഇൻ ബൾക്കിംഗ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ, മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും കാണാം. ബൈ ബൈ. നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് കോളയാടാണ്. വേറൊന്നുമല്ല, ജിം. നമുക്ക് നമ്മുടെ ജിം വർക്കൗട്ട് ചെയ്യാറുണ്ട്. കേസിന് ചെസ്റ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബസ്സില്ലാത്ത കാരണം ഓട്ടോയ്ക്കാണ് വന്നിട്ടുള്ളത്. സോ ഗൈസ്, നമ്മൾ കോളയാട് എത്തിയിട്ടുണ്ട്. കോളയാട് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കോളയാട്. സൈഡിലുള്ള കടയൊക്കെ കണ്ടില്ലേ? സോ ഞാൻ ജിമ്മിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ജിമ്മിലെത്തിക്കഴിഞ്ഞ് മെല്ലെ ജിമ്മിലോട്ട് പോയി. ചെസ്റ്റാണ്. സോ ചെസ്റ്റും കൂടി ഇന്ന് കാണാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഗൈസ് ജസ്റ്റ് മൊത്തം കാണുക. വേറൊന്നുമില്ല, നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണ്, നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ ഇല്ലേ? ഞാനിതാ നിങ്ങൾക്കൊരു സുവർണ്ണ അവസരം തരാൻ പോവാം. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ 1K അടിക്കുന്ന ദിവസം ഞാൻ ഒരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറാണ്. സോ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് 1Kയിലേക്ക് എത്തിക്കുക. സോ 1K എത്തുന്ന ദിവസം പ്രോട്ടീൻ പൗഡർ വേണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്യുക. സോ ഗൈസ്, നമ്മളേതായാലും ജിമ്മിലെത്തിയിട്ടുണ്ട്. വർക്കൗട്ട് കൂടി കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ ജിമ്മ്. സോ ഞാൻ പ്രതീക്ഷിച്ച അത്രയും തിരക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് ലീവായത് കാരണം എല്ലാ പിള്ളേരും ഇന്ന് ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. സോ അങ്ങനെ തിരക്കൊന്നുമില്ലാതെ നമുക്ക് നല്ല ലാവിഷായിട്ട് വർക്കൗട്ട് ചെയ്യാപ്പോഴാണ് ചേച്ചിരി ഹായ് എന്നത്. ഇതാണ് നമ്മുടെ വേറൊരു സെറ്റ് ഗേൾസ്. അപ്പം നമുക്ക് നല്ല സ്ട്രെച്ചിങ്ങും വാമപ്പും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ സ്ട്രെച്ച് എന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റൊട്ടേഷൻ ചെയ്ത് ഫസ്റ്റ് ബാക്കോട്ടേക്ക് ചെയ്തു, ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കെന്തോ ഒരു വശപ്പശയിൽ തോന്നി, ചെക്കിയ പോലെ ഒരു വശപ്പശയിൽ. സോ അടുത്തത് ഞങ്ങൾ ബാക്കിനുള്ളിൽ സ്ട്രെച്ചിങ് കഴിഞ്ഞ് നമ്മുടെ ഈ ഹാൻഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വർക്കൗട്ട് വാമപ്പും കഴിഞ്ഞ് റിസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു വാമപ്പും കഴിഞ്ഞ് ഞാൻ നല്ല നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വാമപ്പിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പറഞ്ഞു തന്നു ഇതൊക്കെ തന്നെ ചെയ്യാനാണ്. സോ നമ്മൾ അടുത്ത സംഭവത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഓരോ സെറ്റ് വീതമാണ് കാണിക്കുന്നത് ഗൈസ്. കാരണം എല്ലാം കാണിക്കാനുള്ള ടൈമില്ല, അന്നേരം വീഡിയോയ്ക്ക് ലെങ്ത് വല്ലാണ്ട് കൂടും. സോ അതുകൊണ്ടാണ്. അപ്പം അടുത്ത സെറ്റും തുടങ്ങിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ട് വേണം പുഷപ്പ് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ബ്രോ ഇതിലൊക്കെ കൂടെ നടന്നുപോയി. വീഡിയോ എടുത്ത കാര്യം അറിഞ്ഞില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രോ അറിഞ്ഞത് വീഡിയോ എടുക്കുമ്പം എൻ്റെ താങ്കൾ പെട്ട കാര്യം. സോ ഗൈസ്, നമ്മളേതായാലും പുഷപ്പ് എടുത്തിട്ടുണ്ട്. ഏതായാലും കുറച്ച് ആയിട്ടെടുക്കാം. ഏതായാലും നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് തന്നെ നടക്കാം. ഏതായാലും നമ്മുടെ ഇതിനകത്തൊരു 30 ഞാൻ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്ട്രെച്ച്. സോ നമ്മളെല്ലാത്തിൻ്റെ ലാസ്റ്റ് സെറ്റിലെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏതായാലും ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സാണ്. അതിൻ്റെ ഇടയിൽ കമ്പിക്ക് തട്ടി വെച്ചാണ് ഗൈസ് നിങ്ങൾ കേൾക്കുന്നത്. സോ നമ്മൾ ബെഞ്ച് പ്രസ് അക്രമുക്രയിട്ട് എടുത്തിട്ടുണ്ട്. അക്രമുക്രെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടായിരുന്നു എടുക്കാൻ. കാരണം വലിയ വെയിറ്റൊന്നുമില്ല, ഒരു 30 കിലോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇംഗ്ലൈൻ ഡംബൽ പ്രസ്സാണ്. സോ ഇംഗ്ലണ്ട് ഡംബൽ പ്രസ്സും കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ മോൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെത്ര 100 കിലോ ആണ് എടുക്കുന്നതിന്. എല്ലാം എടുക്കുന്നതിനും അതിൻ്റേതായ കഷ്ടപ്പാടുള്ള കാര്യം നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫോം കുറച്ച് തെറ്റാണെന്ന്, എന്നാലും ഒപ്പിക്കാം.
ഡിക്ലൈൻ പ്രസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നേരെ ഡിക്ലൈനിലോട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് സെറ്റിലാട്ടോ കാണിക്കുന്നത്. സോ നമുക്ക് ഏതായാലും അപ്പം വേറെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്തിടാൻ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുക്കലെത്തുന്നതായിരിക്കും. സോ ഡിക്ലൈൻ പ്രസ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കേബിൾ ഫ്ലൈസിന് പകരം ചെയ്യുന്ന ഒരു സംഭവമാണ് ഗൈസ്. ഇതെനിക്ക് എന്താണെന്ന് കറക്റ്റ് ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതും പിന്നെ ഞാൻ നേരത്തെ ഇതിന് വാമപ്പില്ല, അതും അറിയാവുന്നവരുടെ കമൻറ്റ് ചെയ്യണം. സോ ഗൈസ് നമ്മൾ ഏതായാലും ഇത് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലൈൻ ഫ്ലൈസിന് പകരം, അതായത് കേബിൾ ഫ്ലൈസിന് പകരം ചെയ്യേണ്ട സാധനമാണിത്. അത് ചെയ്തിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രൈസും കൂടി കളിക്കാൻ. അപ്പോൾ ട്രൈസ് കേബിൾ, അതിന് പകരം കേബിൾ എക്സ്റ്റൻഷൻ, അതായത് ഡംബൽ എക്സ്റ്റൻഷന് പകരം ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇത്. സോ ഇത് 15 എണ്ണമാണ്. വീഡിയോ എടുത്ത് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യം അറിയാവുന്ന കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. എൻ്റെ ഫോമൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല, എല്ലാം കറക്റ്റാക്കണം. കറക്റ്റാക്കിയില്ലെങ്കിൽ ഞാൻ വീഡിയോയാവും. സോ ഗൈസ് നിങ്ങൾ മുന്നിൽ പോകുന്നതാണ്, ഫോം ശരിയാക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ പ്രൈസും ജസ്റ്റ് വരുന്നത്. അതിൻ്റെ ഇടയിൽ അവിടെ നിന്നോ നമ്മളോട് സംസാരിക്കുകയാണ് വിചാരിച്ച് ഞെട്ടിയിട്ടൊന്നും നോക്കിയതാണ്. അല്ല, നമ്മളോടല്ല, വേറെ ആരോടാണ്. സോ ഗൈസ്, അപ്പം എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ട് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി അപ്ഡേറ്റ് ആയിരിക്കുക. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.